എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ എല്ലാ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പം നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലേ കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ആ നല്ലൊരു സന്തോഷത്തിലായിരിക്കും അല്ലേ. ഇപ്പം ഫെബിമോളും നല്ല സന്തോഷത്തില്ല, നാളെ സ്കൂൾ തുറക്കാമല്ലോ, ഹായ് പുതിയ യൂണിഫോം, പുതിയ ബാഗ്, പുതിയ ബുക്സ്, ഇതൊക്കെ ഫ്രണ്ട്സൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. പിന്നെ കുറേ വിശേഷങ്ങൾ ഓരോടും ടീച്ചറോടൊക്കെ പറയാമല്ലോ എന്നുള്ള ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, നല്ല സന്തോഷത്തിൽ. പക്ഷേ കുട്ടികളെ പോലെ തന്നെ നമ്മളെ പാരൻസും ഭയങ്കര ടെൻഷനിലായിരിക്കും. ഇനിയിപ്പോൾ നാളെ മുതൽ നേരത്തെ എണീക്കണം, കുട്ടികളുടെ ഫുഡാക്കണം, പിന്നെ നാളെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കേണ്ടത്, ബുക്കും ബാഗും എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, അങ്ങനത്തെ ടെൻഷനിലായിരിക്കില്ലേ. ഒന്നാമത് ചെറിയ കുട്ടികളുടെ പാരൻസൊക്കെ. വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓരോറ്റക്ക് തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് വെക്കും. എന്നാലും പാരൻസിൻ്റെ സപ്പോർട്ട് എപ്പോഴും വേണമല്ലേ. അപ്പം നാളെ ഫെബിക്ക് നല്ല എല്ലാ കുട്ടികൾക്കും സ്കൂൾ തുറക്കുകയാണെന്നറിയാം. അപ്പോൾ ഫെബിമോക്ക് നാളെ എന്തൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം തന്നെ മോളെ ബുക്ക് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വർക്കിന് പോകുന്നതിനെ കൊണ്ട് എനിക്ക് വന്നാൽ മടിയാവും. അപ്പം ഇനി നാളെ ചെയ്യാം അങ്ങനെ കുറേ ദിവസം കടന്നുപോയി, ഇന്ന് വരെയായി. ഇപ്പം നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പം ഇന്ന് എന്ത് ചെയ്യുക, മോളെ ബുക്സ് എടുത്തേക്കാം, പെൻസിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു സെറ്റ് ഇന്നേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അത് ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ബാക്ക് ടു സ്കൂളിലേക്ക്. ഓക്കെ. നല്ല സന്തോഷത്തോടെ എൻ്റെ മോൾ ഓടി വരാണ് ഓളെ ബുക്കെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം എന്ത് ചെയ്ത് ആദ്യം ബുക്ക് കവർ ചെയ്ത്, പിന്നെ അത് മടിയാവും, പിന്നെ സ്കൂളിൽ നിന്ന് അവൾക്ക് ചെയ്ത് വയ്ക്കല്ലോ. അപ്പം അത് കവർ ചെയ്യാനായിട്ട് നിന്ന് നോക്കുമ്പോൾ എത്രയാ ബുക്സ്, ഫുള്ള് നല്ല വെയിറ്റുള്ള ബുക്കാണ്. ഞാനത് കവർ ചെയ്യുമ്പോഴത്തേന് ഓൾ എന്ത് ചെയ്ത് കളിക്കുകയാണ് ടാബിൽ. അപ്പം എനിക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്, ആ ചെയറിൽ കണ്ടില്ലേ. അപ്പം എൻ്റെ മോൾ നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം അവളെ പൗച്ചിലേക്ക് ആക്കാണ്. അപ്പം 2 പെൻസിലും പിന്നെ എറേസർ, ഷാർപ്പ്നർ, സ്കെയില്, ഇത്രയും മതി. മോൾ 2nd സ്റ്റാൻഡേർഡിലല്ലേ. അപ്പം തൽക്കാലം അപ്പം ഇനി നാളത്തൊക്കെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ക്രയോൺസും വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലൂ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളതിന് വേണ്ടി വെച്ചതാണ്. വേറെ ഇപ്പം ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും വെക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്ത് മോളുടെ ബുക്സും കാര്യങ്ങളും മോൾ തന്നെ ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെടുത്ത് വെക്കുക, ഇത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയിലാൾ വെക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഓരോന്നും കൗണ്ട് ചെയ്തിട്ടാണ് എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കാണ് ആൾ പിന്നെ നല്ല വൃത്തിയിൽ, പുതിയതായതുകൊണ്ട് നല്ല വൃത്തിയിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും കാണണം എല്ലാം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ തീരെ കെയർ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ആളെന്ത് ബാഗൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അതും കെട്ടി പിടിച്ച് കളിച്ച്. പിന്നെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സ് അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഹൈ ഗേസ് ഇതാണ് എൻ്റെ സ്നാക്സ് ബോക്സ്, ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് എന്നൊക്കെ. വീഡിയോ എടുക്കാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒറ്റയ്ക്കല്ല, ഇതാണ് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഓരോന്ന് ഓർമ്മപ്പെടുത്തിങ്ങാണ്ട് എല്ലാം എടുത്ത് വെച്ച്. ഇത് ഫ്ലാസ്കിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം കുറച്ച് ചുടുവെള്ളം കൊടുക്കാന്നുള്ള രീതിയിൽ നാളെ ഇടാനുള്ള ഡ്രസ്സും, അതായത് യൂണിഫോം, ഷോക്സ്, ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ബാഗ് ഇട്ട് കളിക്കിന്. അപ്പം അതൊന്ന് വീഡിയോ എടുത്തു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്